ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടാണ്. സൂര്യാഘാതം കൊണ്ട് മരണങ്ങൾ വരെ സംഭവിച്ചു കഴിഞ്ഞു. നമുക്കിങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഇവിടെ വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിലാണ് ജീവിക്കാറ്. എക്സ്ട്രീം ക്ലൈമറ്റ്സ് സാധാരണയുള്ള ഇടങ്ങളിൽ ആളുകളുടെ ജീവിത രീതി ആ ക്ലൈമറ്റ് അനുസരിച്ച് മാറാറുണ്ട്. ഇപ്പോൾ വിൻ്റർ ആകുമ്പോൾ അവർ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിക്കും, അതനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കും. ചൂട് വരുമ്പോൾ അതിന് പറ്റിയ വസ്ത്രങ്ങൾ ധരിക്കും, ഡീഹൈഡ്രേഷൻ വരാതെയൊക്കെ നോക്കും. പക്ഷെ നമുക്കങ്ങനെ ശീലങ്ങൾ കുറവാണ്. ഞാൻ വിദേശികളുടെ കൂടെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തപ്പോൾ അവരുടെ ഒരു ശീലം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അവരെപ്പോഴും ഒരു കുപ്പി വെള്ളമായിട്ട് നടക്കും കേട്ടോ. ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയണത് ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അവർ വിദേശത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ അവർ വെള്ളം കൊണ്ട് നടക്കും, ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അപ്പോൾ അത് ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മളും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. 2-3 ലിറ്ററെങ്കിലും ഒരു ദിവസം കുടിക്കണം. അത് അളന്ന് തന്നെ കുടിക്കണം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നോ, കുടിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു കുപ്പി വെള്ളം നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ ഈ ചൂട് വരുമ്പോൾ നമുക്ക് തണുപ്പ് കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നും. ശരീരത്തിന് വളരെ പ്രശ്നമാണ്. ചുമ, കഫക്കെട്ട് ഇതൊക്കെ വരാൻ അത് വലിയൊരു കാരണമാണ്. അതേസമയം ശരീരത്തിന് തണുപ്പ് തരുന്ന ആഹാരം അത് കഴിക്കുകയും വേണം. മോരൊക്കെ നമ്മുടെ ശരീരം തണുപ്പിക്കും. തൈര് അത് തണുപ്പിച്ചല്ല കഴിക്കേണ്ടത്, നോർമൽ ടെമ്പറേച്ചറിൽ കഴിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. സമ്പത്തും പണവും എല്ലാം ജീവിതത്തിൽ വേണമെന്ന് വിചാരിക്കാത്ത ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്. ഇത് നമ്മളിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരുന്നുണ്ടാവില്ല. ന്യായമായിട്ടും ഇത് നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളുണ്ട്. ഈ വഴികളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല, അറിഞ്ഞാൽ തന്നെ അത് പ്രായോഗികമാക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഇതൊന്നും നമ്മളിലേക്ക് എത്തിച്ചേരാറില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തെ ലളിതസുന്ദരമാക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അത് പ്രയോഗത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ ജീവിതം അടിപൊളി മാറും. പക്ഷെ പലപ്പോഴും ഈ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാറില്ല. അറിഞ്ഞാൽ തന്നെ പ്രായോഗികമാക്കാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാവാറില്ല. ഇന്ന് അങ്ങനെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇപ്പം ഇത്തരം നിയമങ്ങൾ ആരും കണ്ടുപിടിക്കുന്നതൊന്നുമല്ല, അതിവിടെ ഉണ്ട്. അപ്പം മഹാന്മാരായ പലരും ഇത് നിരീക്ഷിച്ച് കണ്ടെത്തി ഇത് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിൽഫ്രെഡോ പാരറ്റോ, അദ്ദേഹം ഇറ്റലിക്കാരനാണ്. മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം കണ്ടെത്തിയ ഒരു നിയമം, നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയ ഒരു നിയമം. അദ്ദേഹം ഇറ്റലിയിലാണ് ജീവിച്ചിരുന്നത്. അന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നോ, ഇറ്റലിയിലെ 80% ഭൂമിയും കൈവശം വെച്ചിരിക്കുന്നത് 20% ആളുകളാണ്. നമ്മൾ കൃഷി ചെയ്യില്ലേ, നമ്മൾ വിത്തുകൾ പാകും. ആ കൃഷിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഉൽപ്പാദനം, അതിൻ്റെ 80% നമുക്ക് ലഭിക്കുന്നത് 20% വിത്തുകളിലൂടെയാണ്. അപ്പം ഇങ്ങനെ സമാനമായ പല നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ഒരു നിയമമുണ്ടാക്കി. അതാണ് 80-20 റൂൾ. അതിന് പാരറ്റോ റൂൾ എന്നും പറയും. എന്താണ് ഈ 80-20 റൂൾ? നമ്മൾ ഇൻപുട്സ് ഇടുമല്ലോ, പല കാര്യങ്ങളും നടത്താൻ വേണ്ടി നമ്മൾ ഇൻപുട്സ് ഇടും, ഔട്ട്പുട്ട്സ് കിട്ടും നമുക്ക്. ഈ ഔട്ട്പുട്ട്സിൻ്റെ 80% നമുക്ക് ലഭിക്കുന്നത് 20% ഇൻപുട്സിലൂടെയാണ്. ഇതാണ് പാരറ്റോ പറയുന്നത്. അത് വളരെ ലളിതമായിട്ട് നമുക്ക് ജീവിത നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമുക്ക് ഒരുപാട് ഡ്രസ്സില്ലേ, ഇതിൽ 80% സമയവും ധരിക്കുന്നത് ഒരു 20% ഡ്രസ്സായിരിക്കും, ബാക്കിയെല്ലാം വേസ്റ്റാണ്. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. നമുക്ക് 80% പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ 20% പാഠഭാഗത്ത് നിന്നായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. റിലേഷൻഷിപ്പിലും അങ്ങനെയല്ലേ. റിലേഷൻഷിപ്പ് നമുക്ക് സന്തോഷം തരുന്നു, പക്ഷേ 80% സന്തോഷം തരുന്നത് 20% റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ 80-20 റൂള് അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു റവന്യൂ ഉണ്ടല്ലോ, ഈ റവന്യൂവിൽ 80% കിട്ടുന്നത് 20% വീഡിയോയിൽ നിന്നാണ്. അവിടെയും 80-20 റൂള് വളരെ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോണത് എന്താണെന്നോ, ഈ 80-20 റൂൾ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാം. അപ്പോൾ ഈ റൂള് ചില കാര്യങ്ങളിൽ പ്രയോഗത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ അടിമുടി മാറിയെന്ന് വരാം,
എന്തായാലും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും, അത് ഗ്യാരൻറ്റീഡാണ്. പിന്നെ 80-20 എന്ന് പറയുമ്പോൾ ഒരു കൃത്യം കണക്കൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ അത് 70-30 ആകാം, 90-10 ആകാം. പാരറ്റ് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഒരു വ്യത്യാസവും. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നിട്ട് നമുക്ക് തോന്നുമല്ലേ, അയ്യോ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്നോ, 80% റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 20% ആക്ടിവിറ്റീസിൽ നിന്നാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കാതെ വേറെ പലതും ചെയ്ത് നടക്കും. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ബിസിയാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ 20% കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. 2 മരം വെട്ടുകാരുടെ കഥ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2 പേരും മരം വെട്ടാൻ പോയി. ഒരേ തരത്തിലുള്ള മരം, ഒരേ ഫിസിക്കാണ് അവർക്ക്. ഒരാൾ മരം വെട്ടി ഉച്ചയായപ്പോൾ പണിയെല്ലാം തീർത്ത് വീട്ടിൽ പോയി. മറ്റേ ആൾ രാവിലെ വെട്ടാൻ തുടങ്ങി, 6 മണിയായിട്ടും വെട്ടോട് വെട്ടാണ്. അയാൾ ജോലി ചെയ്ത് പരിശീലനായി. നമ്മൾ പറയും ആദ്യത്തെ ആൾ സ്മാർട്ട് വർക്ക് ചെയ്തു, രണ്ടാമത്തെ ആൾ ഹാർഡ് വർക്ക് ചെയ്തു. ആദ്യത്തെ ആൾ 20% ആക്ടിവിറ്റീസ് കണ്ടെത്തി, മരം വെട്ടുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തു. നമ്മൾ പലപ്പോഴും ഈ പ്ലാനിങ് ഉപേക്ഷിക്കും. 20% ആക്ടിവിറ്റീസിൽ പെടുന്ന ഒന്നാണ് പ്ലാനിങ്. ഇയാൾ പ്ലാൻ ചെയ്തപ്പോൾ ആയുധങ്ങൾ മൂർച്ച കൂട്ടണമെന്ന് അയാൾ തീരുമാനിച്ചു. എവിടെ മരം വെട്ടാൻ തുടങ്ങണം, എങ്ങനെ വെട്ടിയാലാണ് എളുപ്പത്തിൽ തീർക്കാൻ പറ്റുക, ഇതെല്ലാം അയാൾ ചിന്തിച്ചിട്ടാണ് മരം വെട്ടാൻ തുടങ്ങിയത്. മറ്റേ ആൾ വന്ന വഴി വെട്ടാൻ തുടങ്ങി. ആ 20% കാര്യങ്ങൾ അയാൾ വിട്ടുപോയി. ഈ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താ? കുറച്ച് ഇൻപുട്സ് കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുക. പാരറ്റ് റൂൾ തീർച്ചയായിട്ടും നമ്മളെ സ്മാർട്ടാകാൻ സഹായിക്കുന്ന ഒരു റൂളാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറില്ലേ, അതിൽ 2-3 മണിക്കൂറുകളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നത്. 20% സമയം നമുക്ക് 80% സമയത്തിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി തരും. പക്ഷേ പലപ്പോഴും ഈ സമയം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയണത്, മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് യുവർ ബെസ്റ്റ് ടൈം. ഈ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2-3 മണിക്കൂറുകൾ മാത്രമായിരിക്കും. നമ്പർ 2, റിലേഷൻഷിപ്സ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കി തരുന്ന ഒന്നാണ് റിലേഷൻഷിപ്സ്. ഈ റിലേഷൻഷിപ്സിലും ഈ റൂള് ബാധകമാണ് കേട്ടോ. 80% സന്തോഷവും വരുന്നത് 20% റിലേഷൻഷിപ്സിലൂടെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല, ഈ ബന്ധങ്ങളെ തമ്മിൽ തിരിച്ചറിയാറില്ല. അങ്ങനെ ഒരു ശീലം നമുക്കില്ല. പക്ഷേ ഈ റൂള് നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ നമുക്ക് സന്തോഷം തരുന്ന ബന്ധങ്ങൾ ചെറിയൊരു ശതമാനമായിരിക്കും. അവിടെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നടന്നിട്ടൊരു കാര്യവുമില്ല. ബന്ധങ്ങളുണ്ടാകാം, പക്ഷേ അവിടെ അധികം ഫോക്കസ് ചെയ്ത് അധികം സമയം ചെലവഴിക്കാതെ നമുക്ക് 20% ബന്ധങ്ങളില്ലേ, നമുക്ക് നല്ല സന്തോഷം തരുന്ന ബന്ധങ്ങൾ, അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ മുൻകൈ എടുക്കണം. അവിടെ നമ്മൾ കുറച്ച് ഹോംവർക്ക് ചെയ്യണം. ആ ബന്ധങ്ങൾ എങ്ങനെ സ്ട്രോങ് ആക്കാം. പലപ്പോഴും നമുക്കിങ്ങനെ യാതൊരു സന്തോഷവും തരാത്ത ബന്ധങ്ങളെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. പലപ്പോഴും അവരോട് നോ പറയാനുള്ള വിഷമം കൊണ്ടാവാം. നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല, പക്ഷേ നമ്മുടെ സന്തോഷം ഉറപ്പാക്കാൻ പാരറ്റ് റൂള് റിലേഷൻഷിപ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്പർ 3, നമ്മൾ പല സാധനങ്ങളും ഉപയോഗിക്കാറുണ്ടല്ലോ. നമ്മുടെ പല കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ 20% സാധനങ്ങളാണ് 80% കാര്യങ്ങൾ നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്രസ്സിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് ഒരുപാട് ഡ്രസ്സുണ്ട്. ഇതിൽ 80% സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 20% ഡ്രസ്സായിരിക്കും, ബാക്കിയെല്ലാം വേസ്റ്റാണ്. ആഭരണങ്ങളും അങ്ങനെ തന്നെയല്ലേ. 80% സമയത്തും നമ്മൾ ഉപയോഗിക്കുന്നത് 20% ആഭരണങ്ങളായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ, വീട്ടിലെ പാത്രങ്ങൾ, 20% പാത്രങ്ങളാണ് നമ്മൾ 80% സമയം ഉപയോഗിക്കുന്നത്. നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെക്കുമല്ലേ, വിരുന്നുകാർ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഉപയോഗിക്കാതെ അത് മാറ്റിവെക്കും. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തീർത്തും വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് നമുക്ക് കളയാം. പിന്നെ നമ്മൾ ഈ മാറ്റിവെക്കുന്ന സാധനങ്ങളില്ലേ, ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. നമ്മളിത് ഉപയോഗിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതവർക്ക് കൊടുക്കാമല്ലോ. വസ്ത്രങ്ങളായാലും പാത്രങ്ങളായാലും ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി വളരെ നല്ലതല്ലേ. നമ്പർ 4, ലേണിങ്ങിൽ 80-20 റൂള് തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കും. നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ല പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം കൂടി വലിച്ചു വാരി പഠിക്കുന്നവരുണ്ട്. അവിടെ ഈ റൂള് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഇതിൽ ശരിക്കും എനിക്ക് പ്രയോജനപ്പെടുന്ന ഒരു 20% ഭാഗമുണ്ട്,
അത് ഞാൻ കണ്ടെത്തും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പഠിക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ സൂക്ഷിക്കണം. 20% എവിടെയാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് ഓർത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് നമ്മൾ കുറിച്ച് വെക്കൂലേ. ഇതെല്ലാം നമുക്ക് പഠനത്തിന് കൂടുതൽ ഇഫക്റ്റീവ്നെസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ പോലും ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പ്രയോജനപ്പെടുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% ഉണ്ടാവുള്ളൂ. കുറേ ഭാഗമൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രയോജനപ്പെടണമെന്നില്ല. അപ്പോൾ അത് കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ്, അത് കണ്ടെത്തണമെങ്കിൽ ഈ റൂളിനെ പറ്റി നമ്മൾ അറിയണം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലേണിംഗ് ഉണ്ട്. ഒരു ഡാൻസ് നമ്മൾ പഠിക്കുന്നു, പെർഫോം ചെയ്യുന്നു. ആ പെർഫോമൻസിൽ ആ ഡാൻസ് ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു 20% കാര്യങ്ങളുണ്ടാവും. അതെന്താണെന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് അത് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു 20% ഫോക്കസ് ചെയ്യാതെ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ. ഞാൻ കൊടുങ്ങല്ലൂർ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നപ്പോൾ കൊടുങ്ങല്ലൂർ കോളേജിലെ സ്റ്റുഡൻസും മഹാരാജാസിലെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് തമ്പുരാക്കന്മാരും രാജാക്കന്മാരും മെറ്റിൽഡ ടീച്ചറിൻ്റെ കൂടെ എന്നുള്ളൊരു പരിപാടി അവതരിപ്പിച്ചു. അന്ന് അത് നടന്നത് എനിക്കിപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. മഹാരാജാസിലെ എൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് എല്ലാം വീട്ടിൽ വന്ന് 1 മാസം റിഹേഴ്സൽ നടത്തി. ഞാൻ കൊടുങ്ങല്ലൂർ കോളേജിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്ക് ഇവരെല്ലാം വീടിൻ്റെ വരാന്തയിലേക്ക് വന്നിരിപ്പുണ്ടാവും. കാരണം വീട്ടിലാരും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ റിഹേഴ്സലാണ്. അങ്ങനെ 1 മാസം റിഹേഴ്സലൊക്കെ നടത്തി. കൊടുങ്ങല്ലൂർ കോളേജിലെ കുട്ടികൾ മഹാരാജാസിലെ കുട്ടികൾ വരുന്നു എന്നും പറഞ്ഞ് അവിടെ വലിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിഹേഴ്സലെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഈ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട ദിവസം വന്നെത്തി. ഇവിടുന്ന് സൗണ്ട് സിസ്റ്റം ഒക്കെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു ബസ്സെല്ലാം ബുക്ക് ചെയ്തു. 8:30 ആയപ്പോൾ ആളുകളെല്ലാം ബസ്സിലൊക്കെ കയറി. അപ്പോൾ സൗണ്ട് സിസ്റ്റം കൊണ്ടുവരുന്ന ആളെ ഇടയ്ക്കുന്ന് ഈ വണ്ടിയിൽ കയറ്റണം. എന്തുകൊണ്ടോ അന്ന് സൗണ്ട് സിസ്റ്റം കൊണ്ടുവരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് സൗണ്ട് സിസ്റ്റം ഒക്കെ അവിടെ എത്തിയപ്പോഴേക്കും സമയം കുറേ വൈകിപ്പോയി. 20% ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു കാര്യമാണല്ലേ സമയത്തിന് എത്തുക എന്നുള്ളത്. നമ്മൾ സൗണ്ട് സിസ്റ്റം വൈകുമ്പോൾ പോകണ്ടേ, അവരോട് പുറകെ വരാൻ പറയണ്ടേ? പക്ഷെ ഇതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ എന്തു പറ്റി? ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് നമ്മൾ റിഹേഴ്സൽ നടത്തിയ പല കാര്യങ്ങളും അവതരിപ്പിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ടല്ലേ. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ 20% ആക്ടിവിറ്റീസിന് പ്രയോറിറ്റി കൊടുത്ത് അത് നടത്തിയിരിക്കണം. നമ്പർ 5, ഞാൻ വ്യക്തിപരമായിട്ട് 80-20 റൂൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്നോ, റിലേഷൻഷിപ്സിൽ മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരെ അഭിനന്ദിക്കുക, പിന്നെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് വളരെ സെൻസിറ്റീവാണ്. അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്തതാണ്. അവിടെ നമുക്ക് 80-20 റൂൾ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്നോ, നമ്മളൊരു 80% സമയവും അവരുടെ നല്ലത് കണ്ടെത്താനും അവരെ അംഗീകരിക്കാനും ഒക്കെ തയ്യാറാവുക. അപ്പോൾ ഈ 20% സമയത്ത് നമ്മൾ കൊടുക്കുന്ന കറക്ഷൻ സ്വീകരിക്കാൻ അവർ തയ്യാറാകും. നേരെ തിരിച്ചാകുമ്പോഴാണ് പ്രശ്നം. പാരൻറ്റിങ്ങിലും ഈ 80-20 റൂള് കൃത്യമായിട്ട് നമുക്ക് പ്രയോഗിക്കാം. കുട്ടികളെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കുട്ടികളെ കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ വരുമ്പോൾ 80% സമയത്തും നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, അവർക്ക് സാന്ത്വനം കൊടുക്കാം, സ്നേഹിക്കാൻ, ലാളിക്കാം. 20% സമയം അവർക്ക് കറക്ഷൻ കൊടുക്കാനും അവരെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് വിദഗ്ധരൊക്കെ പറയണത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹൈലി എക്സ്പ്രസ്ഡ് എഫെക്ഷൻ കൺട്രോൾ വിൽ ബി ടോളറേറ്റഡ്. സ്നേഹത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80:20 ആയിരിക്കണം. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലായില്ലേ? സ്മാർട്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് 80-20 റൂൾ. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം സ്മാർട്ടാണല്ലോ. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് കാർ, സ്മാർട്ട് വാച്ച്, ഇങ്ങനെ എല്ലാം സ്മാർട്ടാണ്. നമ്മൾ ഈ ഉപകരണങ്ങളെക്കാളും കൂടുതൽ സ്മാർട്ടാവണ്ടേ? അതിന് തീർച്ചയായിട്ടും ഈ റൂള് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്